ഹായ് ഹലോ ദിസ് ഇസ് ഗോട്സി ഹിയർ ആൻഡ് വെൽക്കം. ഈ അപ്പച്ചട്ടിയിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമല്ലോ, അതല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾക്കും കൂടെ നമുക്ക് അപ്പച്ചട്ടി നല്ല സൂപ്പർ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, സോ ലെറ്റ് സീ വാട്ട് ആർ ദേ. ആദ്യമായിട്ട് നമ്മുടെ എഗ് ബർഗർ മാക്സിമം ഒതുക്കി നീറ്റായിട്ടും കോമ്പാക്റ്റ് ആയിട്ടും മുട്ട ഉണ്ടാക്കി എടുക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് എഗ് ബർഗർ ആണല്ലോ. ഈ മുട്ട അങ്ങോട്ട് വെട്ടി നമ്മൾ ആ ദോശക്കല്ലയിലോട്ടാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ മേശപ്പുറത്ത് വിരിച്ചിട്ട് മേശയും കഴിഞ്ഞ് താഴത്തേക്ക് ഒഴുകിക്കിടക്കുന്ന വിരി പോലെ ഇരിക്കും മുട്ട പൊരിച്ചത് ബണ്ണിട്ട് പുറത്തേക്ക്. ഇത് കഴിക്കാൻ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, മുഖത്തും കവളത്തൊക്കെ മുട്ടി. അതേസമയം നമ്മൾ അപ്പച്ചട്ടിയിലാണ് മുട്ട ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ ബണ്ണിന്റെ അകത്ത് തന്നെ ഒതുങ്ങി ഇരിക്കുന്ന തക്ക വിധം ഒരു ഡിസ്റ്റർബനും ഇല്ലാണ്ട് നമ്മുടെ എഗ് ബർഗർ നീറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പച്ചട്ടിയാണെങ്കിൽ. പിള്ളേര് മാത്രം പറയരുത്, നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കും കഴിക്കാം ആ ബർഗർ ഒന്ന് നീറ്റായിട്ട്. സോ നെക്സ്റ്റ് ടൈം യു മേക്ക് എൻ എഗ് ബർഗർ, മേക്ക് യൂസ് ഓഫ് എൻ അപ്പച്ചട്ടി ആൻഡ് നോ മേക്കിംഗ് മേശ വിറിപ്സ്. ഓക്കെ ഓക്കെ. രണ്ടാമതായിട്ട് വീണ്ടും നമ്മുടെ എഗ്, മുട്ടയുടെ ഇംഗ്ലീഷ് എഗ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ മാത്രമാണല്ലോ നിങ്ങൾ അങ്ങോട്ട് അറിഞ്ഞത്. അതാണ് മുട്ട ഈ ദോശകല്ലെ പൊടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അത് ദോശ പോലെ തന്നെ അങ്ങോട്ട് നിരന്ന് കിടക്കും. അത് ഇഷ്ടമുള്ളവരാണ് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് പിള്ളേർക്ക് അതങ്ങോട്ട് വലുതായിട്ട് തോന്നും കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പൊട്ടിച്ചൊഴിച്ചത് ഒരു സണ്ണി സൈഡ് അപ്പാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കുവാണെങ്കിൽ ആ ഒരു ചെറിയ ഏരിയയിൽ തന്നെ അവിടെ കുഴിഞ്ഞു കിടന്ന് അവനവിടെ ഉണ്ടായിക്കോളും. അപ്പം എന്താണ് മോനെ ഒരു ചെറിയൊരു മുട്ടയാണ് എന്ന് പറഞ്ഞൊക്കെ തീറ്റിക്കാൻ കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്നു. ഇത് എക്സ്ക്ലൂസീവായിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാണ്ട് മുട്ട പൊരിക്കലെന്ന് പറയുമ്പോഴത്തേനും വെളിച്ചെണ്ണയും ദോശക്കല്ലും ഒക്കെ കൂടെ അങ്ങോട്ട് ഒത്തു വരുമ്പോഴാണ് ആ ടേസ്റ്റ് അങ്ങോട്ട് ടേസ്റ്റ് ആവുന്നത് അല്ലേ. എനിക്കതാട്ടോ ഇഷ്ടം. പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കട്ട്ലറ്റ്സ് ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് അപ്പച്ചട്ടി ഉപയോഗിക്കാം. ഓ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയരുത്. ഇത് ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കാം. അതിനു മുൻപേ ഇത് കട്ട്ലറ്റ്സ് അല്ല കേട്ടോ, പാറ്റീസ് ആണ്. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ ഒരു കളർ അല്ലാതെ അവിടെ ഇവിടെ മുരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വി കണ്ടിന്യൂ. അപ്പച്ചട്ടി നമ്മുടെ ചീനച്ചട്ടിയെക്കാട്ടിലും കുറച്ചും കൂടെ സൈസിൽ ചെറുതായത് കൊണ്ടും ഇട്ട് വേവിച്ച് വറുത്തെടുക്കേണ്ട ഒരു സാധനം അല്ലല്ലോ കട്ട്ലറ്റ്സ്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് കട്ട്ലറ്റ്സ് ആൻഡ് പാറ്റീസ് ഡീപ് ഫ്രൈ ആണെങ്കിൽ മാക്സിമം കുറച്ച് എണ്ണയിൽ തന്നെ 2-3 കട്ട്ലറ്റ് വീതം വെച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ട് മൊരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ്. ബാക്കിയുള്ള പരന്ന പാത്രങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ എണ്ണ ഏറ്റവും കുറച്ച് മതിയാവും എന്നുള്ളത് കൊണ്ടാണ് അപ്പച്ചട്ടി ഇസ് എ ബെറ്റർ ഓപ്ഷൻ എന്ന് അഭിപ്രായപ്പെടാൻ കാരണം. സമയവും സാഹചര്യമൊക്കെ അനുസരിച്ച് ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാനാണെങ്കിൽ തന്നെ ദോശക്കല്ലയിൽ ഉണ്ടാക്കാറുണ്ട്. എണ്ണ കഴിവതും കുറയ്ക്കാനും മൊരിഞ്ഞാൽ മാത്രം മതി എന്നുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അപ്പച്ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആണല്ലോ അല്ലേ. ഇതിപ്പോ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തിട്ടുള്ളത്, വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ആ ഒരു നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടി എടുത്ത് കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ഏത് പാത്രമാണെങ്കിൽ തന്നെ ഈ സൈഡ്സ് ഒന്ന് മുരിഞ്ഞു കിട്ടാൻ ഇങ്ങനെ നിർത്തി കറക്കി കൊടുത്ത് തന്നെ മുരിച്ചെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ കട്ട്ലറ്റ്സിന് ഷാലോ ഫ്രൈ ആണെങ്കിൽ ദോശക്കല്ലും, ഡീപ് ഫ്രൈ ആണെങ്കിൽ ചീനച്ചട്ടി അല്ലെങ്കിൽ ഇരുമ്പിന്റെ അപ്പച്ചട്ടി, എണ്ണത്തിൽ 1-2 കുറവാണെങ്കിൽ ഈ നോൺ സ്റ്റിക്കിന്റെ അപ്പച്ചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇനി മുതൽ ഈ പറഞ്ഞ വിഭവങ്ങൾക്കും ഇതുപോലെ സാമ്യമുള്ള വിഭവങ്ങൾക്കും ദോശക്കല്ലിന് പകരം ആ അപ്പച്ചട്ടി അങ്ങോട്ട് എടുത്തുവെച്ച് പ്രതിഷ്ഠിക്കുക. അതന്നെ ഇന്നത്തേക്ക് ഇവിടെ വെച്ച് നിർത്താം, ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. ദിസ് ഇസ് ഗോട്സി. See you again with the continuation tomorrow. Thank you. Goodbye.